Paradise of Vera and Isa. ഹലോ ഫ്രണ്ട്സ്, പുതിയ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മ മീൻ വാങ്ങിച്ച പോയ വീഡിയോ എല്ലാവരും കണ്ടില്ലേ? ആ മീൻ വെച്ച് ഞാൻ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. ആ വീഡിയോ നമുക്ക് കാണാം. നമുക്ക് അടക്കാം. എൻ്റെ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കാണണേ. നമുക്ക് മീനൊക്കെ ആ കടയിൽ നിന്ന് തന്നെ പീസാക്കി തന്നിട്ടുണ്ടായി. അപ്പം മീനിലേക്ക് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നാരങ്ങനീര് ഇതൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് അവിടെ കുറച്ച് നേരം വെക്കാം. എണ്ണ ചൂടായിട്ട് ഈ മീൻ എണ്ണയ്ക്ക് ഇടാന്നിട്ട് പൊരിച്ച് നമുക്ക് മാറ്റി വെക്കാം. വഞ്ചിയായിട്ട് പോയിട്ടുണ്ട്. 80% വെന്താൽ മതി. അപ്പം 2-3 ട്രിപ്പായിട്ട് മീനൊക്കെ ഇട്ട് നമുക്ക് പൊരിച്ചെടുക്കാം. വെളിച്ചെണ്ണ നന്നായി തിളച്ചുകൊണ്ടിരിക്കുന്നു. സൈഡ് കുക്കായിട്ട് നമുക്കിത് പൊരിച്ചിടാം. മറിച്ചുമ്പോൾ ശ്രദ്ധിച്ച് മറിച്ചണം, മീനൊക്കെ പൊട്ടിപ്പോവും. അപ്പം അമ്മ മീനൊക്കെ മറിച്ചിട്ടോണ്ടിരിക്കുകയാണ്. അപ്പം മീനൊക്കെ ഒരുവിധം കുക്കായിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് കോരി മാറ്റണേ. വേറൊരു പ്ലേറ്റിലേക്ക് നമുക്കിത് മാറ്റി വെക്കാം. അപ്പം ഞങ്ങൾ എല്ലാ മീനും കോരി മാറ്റാണ്. ഇതൊക്കെ എടുത്ത് മാറ്റിയിട്ട് നമുക്ക് അടുത്ത സെറ്റ് ഇട്ട് കൊടുക്കാം. ആദ്യത്തെ സെറ്റൊക്കെ ഞങ്ങൾ കോരി മാറ്റി. രണ്ടാമത് പിന്നെയും പൊരിച്ചായിട്ട് ഇട്ട് കൊടുക്കുക കേട്ടാ. ഇതൊക്കെ മറിച്ചിട്ട് കുക്കായി കഴിയുമ്പോൾ നമുക്ക് ഇത് കോരി മാറ്റിയിട്ട് അടുത്ത സെറ്റ് ഇട്ടെടുക്കാം. നമ്മളവിടെ ഇവിടെ കുറേ ആൾക്കാരുണ്ടല്ലോ, വാപ്പ അബ്ബ എല്ലാവരും ഇല്ലേ. അപ്പം നമ്മൾ കുറേ മീൻ പൊരിക്കുന്നുണ്ട്. എല്ലാവർക്കും മീൻ മന്തി ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാണോ ഗൈസ്? ഇഷ്ടമുണ്ട് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണില്ലേ. നിങ്ങളെ സപ്പോർട്ട് എല്ലാവർക്കും വേണേ. ഇതൊക്കെ ഞങ്ങൾ കോരി മാറ്റിയാണ് പോയാൽ. ഫിഷ് ബിരിയാണി ഇഷ്ടമുള്ളവരെന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ബാക്കിയുള്ള മീനെ ഇതുപോലെ പിടിച്ചെടുക്കണം കേട്ടോ. ഇതൊക്കെ സെറ്റായിട്ട് നമുക്ക് ബിരിയാണി ഉണ്ടാക്കണ്ടേ. എൻ്റെ കൊതിയായിട്ട് പാടില്ല ബിരിയാണി. ഞാൻ രാവിലെ തന്നെ എണീച്ചല്ലേ മീനൊക്കെ വാങ്ങിക്കാൻ പോകാനായിട്ട്. ബിരിയാണിയൊക്കെ തിന്നിട്ട് വേണം എനിക്ക് കിടന്നുറങ്ങാൻ. അപ്പം മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തന്നെ സവാള ഇട്ട് ഒഴിച്ച. അപ്പം നമ്മൾ 4 സവാള എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കുക. നമ്മൾ മീനിന് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു, അതുപോലെ നോക്കിയിട്ടാൽ മതി. അപ്പം നമുക്ക് ഉള്ളിയും പച്ചമുളകും ചതച്ചെടുക്കാം. സവാള നന്നായി വഴറ്റിയിട്ട് ഇതിട്ട് കൊടുക്കാം. പിന്നെ എല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യണേ. ഒരു ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കണേ. നമ്മൾ 4 തക്കാളി വലുതെടുത്തിട്ടുണ്ട്.
അത് മിക്സ് ചെയ്ത് നമുക്ക് കുക്കാകാൻ വെക്കാം. നമ്മൾ ഇടാൻ പോണത് കറി ലീഫാണ്. അതിട്ടിട്ട് പിന്നെ കുറച്ച് മല്ലിച്ചപ്പും പുതിന ഇട്ട് കൊടുക്കണം. ഇനി റൈസ് തിളപ്പിച്ച് കോരിയിട്ടാണ് ഈ ബിരിയാണി ഉണ്ടാക്കണം. വെള്ളം അതിലേക്ക് തിളപ്പിക്കാം. എന്നിട്ട് അതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിനുള്ള അരികൾ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. വെന്തഴുമ്പ് തൂച്ച് മാറ്റി വെക്കണം. നേരത്തെ ഉണ്ടാക്കിയ സവാളകൾ ഒക്കെ ഇട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിനായിട്ട് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, മസാലപ്പൊടി ഇതൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. 2 സ്പൂൺ കട്ട തൈരും കൂടി ചേർക്കും. ഇതെല്ലാം നന്നായി മിക്സ് ചെയ്യാം. ഇത്രയും കൂടെ കുക്കായി കഴിയുമ്പോൾ നമുക്ക് മീനുകൾ ഇട്ടെടുക്കാം. പൊരിച്ച എല്ലാ മീനും നമുക്ക് ഇട്ടെടുക്കാം. പല്ലണ എന്ന് മിക്സ് ചെയ്യണതിന് മീൻ പൊട്ടിപ്പോവും. അപ്പം നമ്മൾ പൊരിച്ച എല്ലാ മീനത്തേക്ക് ചേർക്കണം കേട്ടോ. പയ്യനെ ഇട്ടെടുക്കാം കേട്ടോ. അതിന് മീനൊക്കെ നുറുങ്ങിപ്പോവും. മസാലയും എല്ലാം കൂടി മിക്സ് ആവാനേ ഇതൊന്ന് പയ്യെ സെറ്റാക്കണം കേട്ടോ. മസാലയും ചോറ് റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് ബിരിയാണിയും കൂടി സെറ്റ് ചെയ്യാം. ഇതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. പൈനാപ്പിൾ എസൻസും ബിരിയാണി എസൻസും കുറച്ച് യെല്ലോ കളറും കൂടി മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ സെറ്റ് ചെയ്ത മസാലയിൽ നിന്ന് കുറച്ച് മസാല എടുത്ത് വേറെ പാത്രത്തിൽ നിന്ന് മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ ബിരിയാണി സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിലേക്ക് ആദ്യം കുറച്ച് മസാല ഇടുക. പിന്നെ ചോറിടുക. ചോറിട്ടതിൻ്റെ മേലെയൊക്കെ മല്ലിച്ചപ്പും പുതിനയെല്ലാം കൂടി ഇടണം. അതിട്ട് കഴിഞ്ഞിട്ട് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കണം. നെയ്യ് ഒഴിച്ചതിനിട്ട് പിന്നെ എന്ത് ചെന്നിട്ടാണ് കുറച്ച് മസാലപ്പൊടി ഇട്ടെടുക്കാം. മസാലപ്പൊടി ഇട്ടതിനിട്ടേ നമ്മൾ നേരത്തെ കൂട്ടി വെച്ച സസും കളറക്കില്ലേ അത് കുറച്ച് വെച്ചെടുക്കണം. എന്നിട്ട് പിന്നെ ഉണ്ടല്ലോ പിന്നെ മസാല ഇട്ട് കൊടുക്കുക, റൈസ് ഇട്ട് കൊടുക്കുക. നേരത്തെ ചെയ്ത മാതിരി എല്ലാം ലെയറായി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മൾ ചോറ് കയറുന്നത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. ഇതാണിട്ട് ഫിഷ് ബിരിയാണി തിന്നതാണുണ്ട്. നിങ്ങൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള ബിരിയാണിയാണത്. ഇതെല്ലാവരും ചെയ്തെടുത്തിട്ടില്ലേ. കുറച്ച് നേരം അടച്ച് ഗ്യാസിൽ സിമ്മിടും കേട്ടോ. എന്നാലേ ഈ മസാലയും ചോറൊക്കെ സെറ്റായി വരുള്ളൂ. അപ്പം ഇല്ലേ ഗ്യാസ് വെച്ചിട്ടില്ലേ ഈ പാത്രത്തിൻ്റെ മേലെ എന്തെങ്കിലും കട്ടിയുള്ള സാധനങ്ങൾ കയറ്റിയേക്കണം കേട്ടോ. അതെന്തിനാണ് ഞങ്ങൾ ചെയ്യണത്? ഇനി സ്മെല്ലതും ഇതൊക്കെ പുറത്തേക്ക് വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളെല്ലാവരും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് സിമ്മിടാം. ഇനി നമുക്ക് സാധനം ഉണ്ടാക്കാനുണ്ട്. ഇതെന്താണെന്നറിയോ? ബിരിയാണിക്കുള്ള പുതിന ചമ്മന്തി. അപ്പോൾ പുതിന ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് ചോറൊക്കെ ഇട്ട് എടുക്കാം. എന്നിട്ട് അല്ലൂനും വാപ്പാക്കും കൊടുക്കാം. നല്ലതാണ് ടേസ്റ്റ് ചെയ്ത് നോക്കണം. അവളൊന്ന് കഴിച്ചോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് പറയൂട്ടോ. ഇതിനോട് കഴിച്ചാൽ നമ്മൾ കച്ചമ്പർ മുടി എന്ന് റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ്. അപ്പം നമുക്ക് കഴിച്ചോക്കാം ഗൈസ്.
അത്രേ ഉള്ളൂ കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം. ബൈ ബൈ. അടുത്ത വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ലവ് യു ഓൾ. എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെട്ട മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യണേ. അടുത്തുള്ള ബെല്ലേക്കുണിയും പ്രസ് ചെയ്യണേ. എങ്ങനെയുണ്ടല്ലോ സൂപ്പർ. ഇഷ്ടായ കഴിച്ചെന്ന ചോറ് കഴിച്ചേ. പാപ്പെടു തരമേ. സൂപ്പർ.